ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഷിബു മേരിലയാണ്. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയമെന്ന് പറയുന്നത് വാഹനങ്ങളെക്കുറിച്ചാണ്. ഇന്ന് നമുക്കറിയാം, ഒരു വീട്ടിൽ കുറഞ്ഞത് 2 വാഹനം ഇല്ലാത്ത വീടില്ല. എല്ലാ വീട്ടുകളിലും മിക്കവാറും 2 വാഹനം ഉള്ള വീടായിരിക്കും. രണ്ടിലും അതിലും കൂടുതലുള്ള വാഹനങ്ങളുള്ള വീടുകളുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ വാഹനങ്ങൾ മുഖേന ഇന്ന് ഒരുപാട് അപകടങ്ങൾ ഇന്ന് പെരുകിക്കൊണ്ടിരിക്കുകയാണ്. കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ ചെറുപ്പക്കാർ, പ്രായമായവർ, അങ്ങനെ ഒരു കൂട്ടം ആൾക്കാർ ഇന്ന് നമ്മുടെ ഈ വാഹന അപകടത്തിൽ കൂടി പലരും ഹോസ്പിറ്റലുകളിൽ അഭയം തേടുന്നു. അതുകൂടാതെ പലരും നമ്മളിൽ നിന്ന് വിട്ടുപിരിയുന്നു. അപ്പോൾ ഇതിനൊരു മോചനം വേണ്ടേ? അപ്പോൾ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളോട് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. അപ്പം നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ ബന്ധുക്കൾക്കും നിങ്ങളുടെ സഹോദരങ്ങൾക്കും ഒക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. നല്ല നല്ല വീഡിയോസ് നമ്മൾ കിട്ടുമ്പോൾ അത് നമ്മൾ മിക്കവാറും ആൾക്കാർ അത് കാണാൻ നിൽക്കത്തില്ല, പക്ഷേ അത് ഷെയർ ചെയ്യാനും നിൽക്കത്തില്ല. പക്ഷേ നിങ്ങൾ ഈ വീഡിയോ കാണണം. നമ്മൾ കേവലം ഒരു വാഹനത്തിൽ നമ്മുടെ ജീവിതം നമുക്ക് ഇല്ലാതാവാനുള്ളതല്ല. അതുകൊണ്ട് ഈ വീഡിയോ നമ്മൾ പൂർണ്ണമായി കണ്ട് എല്ലാവരും ആ വീഡിയോ കണ്ട് ഷെയർ ചെയ്ത് കൊടുത്ത് അപകടങ്ങളില്ലാതെ സുരക്ഷിതമായി നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എത്താൻ നമ്മൾ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ സഹോദരങ്ങളും നമുക്ക് നഷ്ടമാവാതെ അവർ ഹോസ്പിറ്റലിൽ അഭയം തേടാതെ സുരക്ഷിതമായി നമ്മൾ എത്തേണ്ട സ്ഥലത്ത് നമുക്ക് എത്താൻ പറ്റും. ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ വാഹനം എടുക്കുമ്പോൾ വാഹനങ്ങളുടെ ടയർ ഭാഗവും എല്ലാം ഒന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ബ്രേക്ക് ഒന്ന് ചെക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ ദൈവത്തെ നമ്മളൊന്ന് വിശ്വസിച്ച്, നമ്മൾ ക്രിസ്ത്യാനിയാണെങ്കിലും ആരായാലും നമ്മൾ വിശ്വസിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ, ഞാനൊരു ക്രിസ്ത്യാനിയാണ്, ഞാൻ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ കുരിശ് വരച്ചതിന് ശേഷമാണ് ഞാൻ വീട്ടിൽ നിന്നിറങ്ങുന്നത്, പ്രാർത്ഥിച്ചതിന് ശേഷമാണ്. അപ്പോൾ എല്ലാവരും നിങ്ങൾ വിശ്വസിക്കുന്നതായ ദൈവത്തെ നിങ്ങൾ വിശ്വസിച്ച് 1 മിനിറ്റ് പ്രാർത്ഥിച്ചതിന് ശേഷം, ദൈവമേ, ഞാൻ യാത്ര പുറപ്പെട്ടു പോകുന്നു, തിരിച്ചു വരുന്നവരെ എന്നെ കാത്തുകൊള്ളണമേ എന്ന് പറഞ്ഞതിന് ശേഷം വാഹനം എടുത്ത് മുന്നോട്ട് പോകുക. നമ്മുടെ അപകടങ്ങളൊന്നും വരാതെ നമ്മുടെ മുന്നിൽ വരുന്ന വാഹനത്തെയും നമ്മുടെ എതിരെ വരുന്ന വാഹനത്തെയും നമുക്കും അവർക്കും ഒരു ദോഷവും സംഭവിക്കാതെ സുരക്ഷിതമായി പോകാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. പിന്നെ നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ കഴിവതും മൊബൈൽ യൂസ് ചെയ്യാതെ സൂക്ഷിക്കുക. ഒരു കോള് വരികയാണെങ്കിൽ നമ്മൾ വണ്ടി അവിടെ നിർത്തുക. കോൾ എടുത്ത് സംസാരിച്ചതിന് ശേഷം നമ്മൾ വാഹനം ഓടിക്കാൻ ശ്രമിക്കുക. പലരും ചെയ്യുന്ന ഒരു കാര്യമാണ് മൊബൈൽ ഒരു കയ്യിൽ പിടിച്ചുകൊണ്ട് വാഹനം ഓടിക്കുന്നത്. അത് തികച്ചും അപകടകരമാണ്. അതുപോലെ തന്നെ നമ്മൾ സ്പീഡ് കൺട്രോൾ ചെയ്യുക. മിനിമം നമ്മളൊരു 60 സ്പീഡിൽ തന്നെ പോകാൻ ശ്രമിക്കുക. കാറൊക്കെ ആണെങ്കിൽ നമ്മൾ 60 സ്പീഡിൽ പോകാൻ ശ്രമിച്ചാൽ നമുക്കൊരു പെട്ടെന്നൊരു അപകടം വന്നാൽ, ആരെങ്കിലും ഒരു പട്ടിയെടുത്ത് കുറുക്കിയാടിയാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപകടം, ഒരു മനുഷ്യന് ക്രോസ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വണ്ടി നിർത്താൻ പറ്റും. അപ്പം അത് നമ്മളൊന്ന് ശ്രദ്ധിക്കുക. മിനിമം 60 സ്പീഡിൽ, 40, 60 സ്പീഡുകളിൽ നമ്മൾ പോകാൻ ശ്രമിക്കുക. നമുക്ക് പറയും, നമ്മൾ എത്തേണ്ട സ്ഥാനത്ത് നമുക്ക് എത്താൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷേ അതിന് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ അല്പം നേരത്തെ ഇറങ്ങുക. അരമണിക്കൂർ നേരത്തെ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് അമിത സ്പീഡ് ഒഴിവാക്കി നമുക്ക് എത്തേണ്ട സ്ഥാനത്ത് നമുക്ക് എത്താൻ പറ്റും. അതുകൂടാതെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഇരുചക്രം വാഹനം ഓടിക്കുന്നവർ മസ്റ്റായിട്ട് ഹെൽമറ്റ് വയ്ക്കുക. ഹെൽമറ്റ് വെച്ച് പോകാൻ ശ്രമിക്കുക. അതുകൂടാതെ നമ്മൾ ചെയ്യേണ്ടത്, കാർ ഓടിക്കുന്നവർ സീറ്റ് ബെൽറ്റ് ധരിക്കുക. സീറ്റ് ബെൽറ്റ് മസ്റ്റായിട്ട് നമ്മൾ ഉപയോഗിക്കണം. അതുപോലെ തന്നെ നമ്മുടെ റോഡ് നമുക്ക് സുരക്ഷിതമാണെന്നുള്ളത് ഉറപ്പുവരുത്തി നമ്മൾ മുന്നോട്ട് പോകുക. നമ്മൾ രാത്രികാലങ്ങളിൽ വണ്ടി ഓടിക്കുമ്പോൾ കഴിവതും നമുക്ക് ഉറക്കം വരുന്നെങ്കിൽ വണ്ടി അവിടെ നിർത്തി ഇട്ടതിന് ശേഷം നമ്മൾ അല്പസമയം റെസ്റ്റ് എടുത്ത് ഒരു ചായയോ ഒരു കോഫിയോ കുടിച്ചതിന് ശേഷം
മുഖം നല്ലതായി വൃത്തിയായി കഴുകി നമ്മൾ റെസ്റ്റ് എടുത്ത് ഉറക്കം വരുന്നില്ല എന്ന് ഉറപ്പ് വന്നതിന് ശേഷം നമ്മൾ വാഹനം എടുക്കുക. അങ്ങനെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കഴിവതും ഓവർടേക്ക് ചെയ്യുമ്പോൾ ഒരു 100 മീറ്റർ അകലത്തിൽ നമ്മൾ ഓവർടേക്ക് ചെയ്യുക. ഒരു എതിരെ വാഹനങ്ങൾ വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഒരുപാട് അപകടങ്ങളിൽ നിന്നും നമുക്ക് മുക്തി നേടാൻ പറ്റും. നമ്മളും നമ്മളോടൊപ്പം ഉള്ളവർ സഹോദരങ്ങളും സുരക്ഷിതമായിരിക്കും. ഈ വീഡിയോ കാണണം, എല്ലാവരും കാണുക. കണ്ടതിന് ശേഷം നിങ്ങളുടെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.